നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കറുത്ത മാംസം എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഫൈനൽ വേർഡ്സാണ്. അതേക്കുറിച്ചിട്ടുള്ള എൻ്റെ കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു തിരക്കഥ, വർഷങ്ങൾക്ക് ശേഷം അതൊരു കൊച്ചു ഹ്രസ്വചിത്രമായി മാറുന്നു. ഏകദേശം 24 മിനിറ്റുള്ള ആ ചിത്രം 3-4 മാസത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് തീർത്തത്. മീഡിയ പ്ലസ് ചാനലിലും മറ്റും 2-3 തവണ ടെലികാസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ ചിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, റെക്കോർഡിങ്ങും റീ റെക്കോർഡിങ്ങും മിക്സിങ്ങും ഷൂട്ടിങ്ങും ഡബ്ബിങ്ങും തുടങ്ങിയ എല്ലാത്തിനെക്കുറിച്ചും ഞാൻ കൊച്ചു കൊച്ചു വീഡിയോകൾ ചെയ്ത് എൻ്റെ ഈ ചാനലിൽ കൊടുത്തിരുന്നു. ഒരുപാട് പേർ കാണുകയും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ എഴുതുകയും ചെയ്തിരിക്കുന്നു. ചിങ്ങം 1 17-ാം തീയതിയാണിത് ആദ്യമായി ലോകം കണ്ടത്. ഇപ്പോഴും എൻ്റെ ചാനലിലൂടെയും മറ്റും ഒരുപാട് പേർ കാണുന്നു. 23-ാം തീയതി ഇന്ന് രാത്രി 7:00-7:30 മീഡിയ പ്ലസ് ചാനലിലൂടെ കറുത്ത മാംസം എന്ന ഹ്രസ്വചിത്രം പ്രദർശിപ്പിക്കുകയുണ്ടായി. കുറേയധികം കമൻറ്റുകൾ വന്നു. അതേക്കുറിച്ച് വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, കറുത്ത മനുഷ്യരുടെ മനസ്സിൽ വെളുത്തവരെ കുറിച്ചിട്ടുള്ള ചില ധാരണകൾ, അവരുടെ മനസ്സിലെ ചിന്തകൾ, ആ ചിന്തകളെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം ചെയ്തിട്ടുള്ളത്. ഇതൊരു ഹ്രസ്വ ചിത്രമാണ്, സുദീർഘമായ ഒരു വലിയ ചിത്രമല്ല. തീർച്ചയായും ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് വ്യക്തികളും ഒക്കെ ചേർത്ത് ഒരു വലിയ വിഷയം, ഒരു വലിയ ക്യാൻവാസിൽ നമുക്ക് തീർച്ചയായും ചെയ്യാൻ കഴിയുന്നൊരു സബ്ജക്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഈ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ ആണ് ഇത് ഇത്രയും നല്ല രീതിയിൽ ചിത്രീകരിക്കാനും മറ്റും കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഓർക്കേണ്ടത് 3-4 ദിവസം 10-12 മണിക്കൂറോളം വളരെ ആഴമുള്ള, വളരെ ഒഴുക്കുള്ള ഒരു പുഴയിൽ വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത് ഔട്ട്ഡോറിലാണ് ചെയ്തത്. ചിത്രം പെട്ടെന്ന് തീർന്നുപോയി എന്ന് പറയുമ്പോൾ ഇതൊരു ഹ്രസ്വ ചിത്രമാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്ന ചില തോന്നലുകൾ, ആ തോന്നലുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം ഒരുക്കപ്പെട്ടിട്ടുള്ളത്. ഒടുവിൽ ഇതിലെ നായികയോട് നായകൻ പറയുന്ന ഒരു വർത്തമാനം, നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ പ്രതികരണം, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴും വളരെയധികം ആഴത്തിൽ കഥാനായകനേക്കാൾ ഉപരി നായിക ചിന്തിച്ചത്, അങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് ഒരു സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുദ്ദേശിച്ചിട്ടാണ്. മധ്യവയസ്കനായ ഒരാൾ അയാളുടെ മനസ്സിൽ തോന്നിയ ചിന്തകൾ മറ്റൊന്നും ചിന്തിക്കാണ്ട് ആ കുട്ടിയുടെ പെരുമാറ്റം കണ്ടപ്പോൾ ഒന്നും ആലോചിക്കാതെ നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ വലിയ ഇഷ്ടമാണ് എന്ന് ആ കുട്ടി പ്രതികരിക്കുന്നു. ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ഒരിക്കലും കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കുട്ടി പ്രതികരിക്കുന്നത്, ഭയങ്കര ഇഷ്ടമാണ് എന്ന്. അതേസമയം കഥാനായകൻ ചിന്തിക്കുന്ന വശം അതല്ല. തന്നേക്കാൾ സൗന്ദര്യമുള്ള, തന്നേക്കാൾ ഭംഗിയുള്ള ഒരുവൾ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ, മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, ഒരിക്കലും കൂട്ടിയിണക്കാൻ കഴിയാത്തൊരു ബന്ധം, പക്ഷെ ചിന്തകൾ അതിനപ്പുറമാണല്ലോ. അങ്ങനെ ഒരു പര്യവസാനത്തിൽ എത്തിക്കുമ്പോഴും മനസ്സിൽ കറുപ്പെന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും മാച്ചെടുക്കാൻ കഴിയുന്നേയില്ല എന്നതാണ് വസ്തുത. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ചിത്രത്തിലൂടെ ഒരു
വലിയ സന്ദേശം കറുപ്പിലും വെളുപ്പിലുമൊന്നുമല്ല, മനസ്സിൻ്റെ ചിന്തകൾ, മനസ്സിൻ്റെ വ്യാപനത, മനസ്സിലുണ്ടാകുന്ന സ്നേഹം, ഇതെല്ലാം സമന്വയിപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തർക്കും കഴിയണം എന്നുള്ളൊരു ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് ഈ ഹ്രസ്വചിത്രം തയ്യാറാക്കിയത്. ഒരുപാട് നാളത്തെ കഠിന പ്രയത്നം, അതോടൊപ്പം തന്നെ യാതൊരു സാമ്പത്തിക ഗുണവും ഇതിൽ നിന്നുണ്ടാകാനിടയില്ല. വളരെയധികം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്ത ഒരു ഹ്രസ്വചിത്രമാണ്. പക്ഷേ ലക്ഷ്യം ഒരു വലിയ ക്യാൻവാസാണ്. അതിലേക്കുള്ള പ്രയാണമാണ് എൻ്റെ മനസ്സിൽ. ഇനിയും 3 ഹ്രസ്വചിത്രങ്ങളുണ്ട്. അതേക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. എന്തായാലും കറുത്ത മാനസം എന്ന ഈ ഹ്രസ്വചിത്രം ഒരുപാട് പേർ കണ്ടു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം എൻ്റെ ചാനലിൽ രേഖപ്പെടുത്തുക. പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ ഇതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സൃഷ്ടികൾ നടത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കറുത്ത മാനസം എന്ന എൻ്റെ ഹ്രസ്വചിത്രത്തിൽ നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇങ്ങനൊരു ചിത്രം ചെയ്യാനൊരു സാഹചര്യം ഒരുക്കി തരികയും എനിക്ക് വേണ്ടി യാതൊരു ലാഭ്യച്ചില്ലാതെ ഈ ഹ്രസ്വചിത്രം ചെറിയ തുകയാണെങ്കിൽ പോലും അതൊന്ന് സഹായിക്കാൻ മനസ്സ് കാണിച്ച ശ്രീ സന്തോഷ് നമ്പ്ലാട്ടിനും, അതുപോലെ തന്നെ ഇതിൽ സഹകരിച്ച കഥാപാത്രങ്ങളെ സമന്വയിപ്പിച്ച ഇതിലെ അഭിനേതാക്കളെയും മറ്റ് സാങ്കേതിക വിദഗ്ധരെയും എല്ലാം ഓർത്തുകൊണ്ട് കറുത്ത മാനസം എന്ന ചിത്രത്തെക്കുറിച്ചിട്ടുള്ള വാക്കുകൾ ഇവിടെ ഇന്ന് ഈ സമയത്ത് നിർത്തട്ടെ. ഹ്രസ്വചിത്രം കാണുമല്ലോ, വിലയിരുത്തുമല്ലോ. നന്ദി, നമസ്കാരം.